വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ജെസ്സിയുടെ മരണം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞു. എനിക്ക് ഞാൻ അവരെ വീഡിയോ കണ്ടപ്പോൾ ഒരു സങ്കടം. ആ ഉമ്മാടെ അവസ്ഥ ആലോചിച്ചിട്ടാണ്. കാരണം ആ മകൾക്ക് വേണ്ടി മജ്ജ കൊടുത്തൊരു സ്ത്രീയാണ്. ആ ഒരു മകളാണ് അവർക്കുണ്ടായിരുന്നത്. ഭർത്താവ് നേരത്തെ അവരെ ഉപേക്ഷിച്ചു പോയി. ആ പൊന്നുമോളെ വളർത്തി വലുതാക്കി നല്ലൊരാളെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. കല്യാണം കഴിഞ്ഞ് 3 മാസമാകുമ്പോഴേക്കും ജെസ്സിയക്ക് ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ജീവിതം മുഴുവനും കണ്ണീരോടുകൂടി വിധിക്കപ്പെട്ട ആ ഒരു ഉമ്മ, ആ ഒരു ജെസ്സിയുടെ മരണശേഷം ആ ഉമ്മ എവിടെയാണ് താമസിക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് അവരുടെ അവസ്ഥയെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നു. എനിക്ക് അറിയണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആഷിഖിന്റെ നമ്പർ തപ്പിപ്പിടിച്ചിട്ട്, എനിക്കൊരു സ്റ്റുഡൻ്റാണ് നമ്പർ തന്നത്. തന്ന നമ്പർ ജെസ്സിയുടെ നമ്പറാണ്. ആ നമ്പറേക്ക് വിളിച്ച് കിട്ടുന്നില്ല, കാരണം ആ നമ്പർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവില്ലായിരിക്കും. അങ്ങനെ ഞാൻ ആഷിഖിന്റെ നമ്പർ തപ്പിപ്പിടിച്ച് ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അതോടൊപ്പം എനിക്ക് അഭിമാനവും തോന്നി. ആഷിഖ് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. കാരണം നമ്മുടെ ഒന്നും കൈകളിലല്ല മരണങ്ങൾ. ഞാൻ ചോദിച്ച അവനോട് ഇങ്ങനെ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വിസാൽ മീഡിയയുടെ ആളാണെന്ന്. അവനിക്ക് സംസാരം കേട്ടപ്പോഴേ മനസ്സിലായി. ഒരുപാട് നന്ദി പറഞ്ഞു. ആദ്യം പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥന കിട്ടിയില്ല. പല തവണ എത്രയോ ആളുകൾ 9 മണിക്ക് മയ്യത്തെടുക്കുമെന്ന് പറഞ്ഞിട്ട് പോലും 12 മണിയോളം ആളുകൾ വന്നുകൊണ്ടിരുന്നൊരു രംഗം പറഞ്ഞിട്ട് പറഞ്ഞു, ഏറ്റവും രാജകുമാരി ആയിട്ടാണ് ഞാൻ എൻ്റെ ഭാര്യയെ സ്വർഗത്തിലേക്ക് തിരിച്ചയച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സ്നേഹനിധിയായ ഒരു ഭർത്താവ് ജെസ്സിയാക്ക് കിട്ടിയല്ലോ. ഞാൻ ചോദിച്ചു അവർ ഉമ്മാടെ അവസ്ഥ എന്താണ്? അവരെ വീടും കാര്യങ്ങൾക്കൊക്കെ 10-12 അവകാശികളുണ്ട്. അതൊരു വല്യമ്മയുടെ കാലശേഷമാണ് കിട്ടിയാൽ തന്നെ ആ ഉമ്മാക്ക് 2-2.5 സെന്റേ കിട്ടൂ. ജെസ്സിയ പോകുമ്പോൾ എന്നെ കൈപ്പിടിച്ച് തന്നൊരു വാക്ക്, എൻ്റെ ഉമ്മാനെ നിങ്ങൾ സ്വന്തം ഉമ്മയായിട്ട് കണ്ട് നിങ്ങൾ കൂടെ ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ്. എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തൊരു വാക്ക് ഞാൻ പാലിക്കും. അതിനി എൻ്റെ ഉമ്മയാണ്. എനിക്കിനി 2 ഉമ്മമാരുണ്ട്. ഒന്ന് ജെസ്സിയുടെ ഉമ്മയും ഒന്നെൻ്റെ പെറ്റുമ്മയും. ഒരു ഭർത്താവിൽ നിന്ന്, ആഷിഖായ ഒരു ഭർത്താവിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് കേട്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൂടി ആ ഒരു സന്തോഷം പങ്കിടാൻ ഞാൻ ആഗ്രഹിച്ചു. കാരണം ഒരു ഉസ്താദിൻ്റെ ഒരു ഭാര്യ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ജെസ്സിയുടെ വീഡിയോ കാണുന്ന ഒരാളല്ല, പക്ഷേ വിസാൽ മീഡിയ കണ്ടിട്ടാണ് ഞാൻ ജെസ്സിയുടെ മരണം അറിയുന്നത്. ഞാൻ അവരുടെ വീഡിയോകളൊക്കെ പിന്നീട് ഇങ്ങനെ കണ്ണോടിച്ച് നോക്കിയപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയൊരു വേദന. എല്ലാവരും ആഷിഖിനെ കുറിച്ച് പറയുന്നുണ്ട്, ആഷിഖ് സൽസ്വഭാവിയാണ്, ആഷിഖിന്റെ വേദന പറയുന്നത്. പക്ഷെ ആ ഉമ്മയെക്കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ ആ ഉമ്മയെക്കുറിച്ചൊന്ന് അന്വേഷിക്കാമോ എന്ന് ചോദിച്ചു. ഞാനും ശരിയാണല്ലോ, ആരും അതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ, ആ ഉമ്മ ഇനി എവിടെ എങ്ങനെ ജീവിക്കുന്നുള്ളത്. അപ്പൊ അതിൻ്റെ കൂടി ഉത്തരമാണ് ആഷിഖ് എനിക്ക് തന്നത്. ആ ഉമ്മ എൻ്റെ കൂടെ ഉണ്ട്, ഇനി ആ ഉമ്മ എന്നോടൊപ്പമാണ്. ആ ഉമ്മാക്ക് ഇതുവരെ ഒരു മകൾ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇനിയൊരു മകൻ കൂടിയുണ്ട്, പിറക്കാതെ പോയൊരു മകൻ. ഒരിക്കൽ പോലും ആ ഉമ്മ സങ്കടപ്പെടേണ്ടി വരില്ല. ഈ ഭൂലോകത്ത് ഏറ്റവും വലിയ സമ്പത്ത് എന്താന്ന് വെച്ചാൽ മനുഷ്യനെ പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കുന്ന ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ ദാരിദ്ര്യമോ രോഗമോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും നമ്മെ വേദനിപ്പിക്കില്ല. നമ്മുടെ ചേർത്ത് പിടിക്കാൻ ആളുകൾ ഉണ്ടാവും. ചില ജീവിതങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രചോദനം ഉണ്ടാക്കുന്നത് പ്രത്യക്ഷത്തിൽ ആ ജീവിതങ്ങൾ മെഴുകുതിരി പോലെ ഉരുകിയൊലിച്ച് നമുക്ക് പ്രകാശം തരുന്നതായിരിക്കും. അതുപോലെ ഒരു ജീവിതമാണ് ജെസ്സിയുടെയും ആഷിഖിന്റെയും. അതെത്ര പറഞ്ഞാലും ഞാൻ ഏതായാലും ആഷിഖിനെ കാണാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ട്. ഞാൻ ഉറപ്പിച്ചതാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച അവിടെ ദിക്റുണ്ട്, ആ ദിക്റ് ചെല്ലണം. ഒന്ന് അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്നത് അത്രയൊക്കെ കഴിയുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആഷിഖ് എന്നോട് പറഞ്ഞപ്പോ, ഇങ്ങനെ ഒരു ഉമ്മയെ അവന് സ്വന്തം ഉമ്മയാക്കി സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോ, അത് ജെസ്സിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അത് അറിയുമ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥനയിൽ അതുണ്ടാവും. നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇനിയും ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അത്രയും വേദന തിന്നിട്ടാണ് ആ ഒരു പെൺകുട്ടി പോയി. ഞാൻ അവരൊരു വീഡിയോ കണ്ടു, പഴയൊരു വീഡിയോ. ഞാനിങ്ങനെ ഷോർട്ടിൽ ഇങ്ങനെ തിരഞ്ഞു നോക്കുമ്പോഴാണ് ആ വീഡിയോ കണ്ടത്. ആ വീഡിയോ കണ്ടപ്പോൾ അവർ എത്ര ആത്മവിശ്വാസത്തോടെയാണ് തന്റെ അസുഖത്തിനെ നേരിട്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. വിശേഷങ്ങളൊക്കെ ഇപ്പൊ നമ്മള് കുറച്ച് ദിവസമായില്ലേ വ്ളോഗിലൊക്കെ കുറെ ആള് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. വാട്സപ്പില് മെസ്സേജ് അയക്കുമ്പോ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് എടുക്കുമ്പോ കുറെ ആള് എന്റെ രോഗത്തിനെ പറ്റി ചോദിച്ചിട്ട് മെസ്സേജ് അയക്കണം. എന്നോട് ടെൻഷൻ അടിക്കരുത്, എന്റെ മനസ്സിലെ ആ കാര്യമില്ല, എനിക്കിങ്ങനെ അസുഖമുണ്ട്, ഞാൻ എന്റെ പഴയ പോലത്തെ ഏകദേശം ഒരു നോർമലി അങ്ങനത്തെ ഒരു ടൈപ്പ്.
ആൾക്ക് ആൾക്കാരല്ലേ, എന്റെ അയൽവാസികളല്ലേ. അപ്പൊ ഇത് തുടങ്ങി നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, മർഹമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ നബിയോടൊപ്പം നമ്മളെയും അവരെയും ഒക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഏതായാലും ആഷിഖിന് അഭിമാനിക്കാം, ഇത്രയും ഒരു നല്ല പെൺകുട്ടിയെ കിട്ടിയത്. ആ പെൺകുട്ടിക്ക് സ്വർഗലോകത്തിരുന്ന് എന്താ പറയാ നമുക്ക് എനിക്കത് പറയാൻ പറ്റണില്ല, അത്രയും അഭിമാനത്തോടു കൂടി. കാരണം ഇത്രയും മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ഒരു ഭർത്താവായിരുന്നല്ലോ കിട്ടിയത് എന്നുള്ളത്. ഞാൻ ആ ഉമ്മയുടെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. ഏതൊരു ഉമ്മമാരുടെ ഉള്ളിലും ഭയങ്കര സങ്കടമായിരിക്കും. കാരണം ഒരു പെൺകുട്ടി വളർന്നു വരുന്നുണ്ട് എന്ന് ആലോചിക്കുന്നതിന്, അതും കൂടെയുള്ള ഭർത്താവില്ല അല്ലെങ്കിൽ ഉപ്പ ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ഒരു ഉമ്മയുടെ ഉള്ളിലുള്ള ആദി ഒരുപക്ഷെ വീഡിയോ കാണുന്ന പുരുഷന്മാർക്കത് മനസ്സിലായില്ലെങ്കിലും ഈ വീഡിയോ കാണുന്ന ഉമ്മമാർക്കത് മനസ്സിലാവും. അങ്ങനെ ആദി പൂണ്ടിരുന്നിരുന്ന ഒരു ഉമ്മയിലേക്കാണ് ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ +1 ഒക്കെ ആകുമ്പോൾ ഈ പ്രണയവും സ്നേഹവും, അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ അവൾ കണ്ടെത്തുന്നു. ആ കണ്ടെത്തിയ ഒരാൾ അവർ അത്രയും സ്നേഹത്തോടു കൂടി ആ ഉമ്മ അന്വേഷിക്കുന്നു. അതൊരു നല്ല മനുഷ്യനാണ് എന്നുള്ളത്. കാരണം ചില ജീവിതങ്ങളിലേക്ക് ചില ജീവിതങ്ങളെ പടച്ചവൻ ചേർത്ത് വെക്കുന്നത് അതിലേക്ക് ഏറ്റവും അഭികാമ്യമായതായിരിക്കും. ഒരു പക്ഷേ അവർ ചെയ്ത സുഹൃതങ്ങളുടെ നന്മയാവാം ആ ഒരു ആഷിക്കിന് അവർക്ക് കിട്ടിയത്. ആ ഉമ്മ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഉപ്പയില്ലാത്തൊരു കുട്ടിയെ വളർത്തി വലുതാക്കി അവർക്ക് വിദ്യാഭ്യാസം അവരെ കൊണ്ട് കഴിയുന്നത് പോലെ കൊടുത്തു. ദാരിദ്ര്യങ്ങൾ മാത്രമേ കൂട്ടിനുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് അവകാശികളുള്ള വീട്ടിൽ എൻ്റെ മകൾക്ക്, കാരണം ആ വീടൊക്കെ നമ്മൾ കണ്ടിരുന്നു, വളരെ പാവം നിറഞ്ഞൊരു വീട്, അത്രയും സ്നേഹത്തോടു കൂടി കഴിയേണ്ടിയിരുന്ന ആ ഒരു കുടുംബത്തിന് ഒരു നല്ല കുടുംബത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോയി. പക്ഷെ അവരുടെ എല്ലാ സന്തോഷങ്ങളും പോയത് 3 മാസമാകുമ്പോഴേക്കും ആ പെൺകുട്ടിക്ക് ക്യാൻസറാണ്. ആദ്യം ബ്ലഡ് ക്യാൻസറാണ്, പിന്നെ മജ്ജയിൽ ക്യാൻസറാണ്. ഒരിക്കലും ആരോഗ്യത്തോടു കൂടി തിരിച്ചു വന്ന കേസുകളൊക്കെ ഉണ്ട്. പക്ഷേ പ്രതീക്ഷകൾ അവസാനം വരെ പോകുമ്പോഴും ആ പെൺകുട്ടി പ്രതീക്ഷിച്ചത് എനിക്കതിൽ ടെൻഷനില്ല, സ്വർഗത്തിൽ അവർ സന്തോഷത്തോടു കൂടി കഴിയുന്നുണ്ടാവും. നമ്മുടെ പ്രാർത്ഥനയോളം കരുത്ത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഈ ഒരു വെള്ളിയാഴ്ചയുടെ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു മഗ്‌രിബിന്റെ നേരമാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത്. നമ്മുടെ പ്രാർത്ഥന ഏത് നിമിഷവും അള്ളാഹു, ചിലപ്പോൾ ചെറിയ കുട്ടികൾ ആമീൻ പറച്ചിലാവും അള്ളാഹു ഏറ്റവും സ്വീകരിക്കുക. അപ്പൊ ആ ഉമ്മ അത്രയും വ്യസനിച്ച് ഒരു നിമിഷം ഉമ്മ കരുതിയിട്ടുണ്ടാവും, ഇനി ഞാൻ ആർക്കാ ജീവിക്കുന്നത്? എൻ്റെ മകള് പോയി, പൊന്നുമോള് പോയി, അവളില്ലാതെ ഞാൻ ഇനി എന്ത് ചെയ്യുന്നു? ഒരു മകനുണ്ടല്ലോ, അങ്ങനെ പറയാൻ ഒരാളുണ്ടല്ലോ, സ്നേഹിക്കാൻ ഉള്ളൊരു മനസ്സും താലോലിക്കാനും കരുത്തു പകരാനും 2 കൈകളും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് മറ്റെന്താ നമുക്ക് വേണ്ടത്? ഏതായാലും ആഷിഖിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതുപോലെ മനുഷ്യരെ മനസ്സിലാക്കുന്ന, കൂടപ്പിറപ്പുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സാണ് നമുക്കൊക്കെ വേണ്ടത്. നമുക്ക് എല്ലാവർക്കും ആഷിഖാവാൻ കഴിയില്ല, പക്ഷേ ആഷിഖിന്റെ നന്മകളെ ഉൾക്കൊള്ളാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് ആഷിഖിന്റെ വീട്ടിൽ പോകണം, ഞായറാഴ്ച പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. വഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. എല്ലാവരും ഞായറാഴ്ചയാണ് അവരെ ദിക്റ് എന്നുള്ളതാണ് ആഷിഖ് പറഞ്ഞത്. നമ്മൾ ഇനിയും ജെസ്സിയെ സ്നേഹിക്കുന്ന, ജെസ്സിയെ ആദ്യമായിട്ട് അറിയുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. ഇന്നലെ ഞാനിത് വീഡിയോ പറഞ്ഞ കുറച്ച് മുൻപും എൻ്റെ സ്റ്റുഡൻറ്റ് വിളിച്ചിരുന്നു, നിങ്ങൾ ആഷിഖിനെ വിളിച്ചിരുന്നോ, നിങ്ങൾ അവിടെ പോയി കണ്ടിരുന്നു, എന്താണ് ഉമ്മയുടെ അവസ്ഥ? പലരും ഇത് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ആ ഉമ്മക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല, സങ്കടപ്പെടേണ്ടി വരില്ല, കരയേണ്ടി വരില്ല. കാരണം നിങ്ങൾ ഇനിയൊരു മകന്റെ കൈകളിലാണ്, ആ മകന്റെ കൂടെയാണ്. സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് അവിടെ കഴിയാമെന്നുള്ളതാണ്. ഇത്രയും നല്ല മക്കളൊരു പക്ഷെ ജന്മം കൊണ്ട് കിട്ടിയെന്ന് വരില്ല. നമ്മൾ പ്രസവിച്ച മക്കൾ തന്നെ നോക്കാതെ, ഇപ്പം അടുത്ത് ഞാൻ വായിച്ചതാണ്, മക്കളൊന്നും നോക്കാതെ തൻ്റെ കോടിക്കണക്കിന് സ്വത്ത് പൂച്ചക്കോ മറ്റോ എഴുതി കൊടുത്തൊരു കോടീശ്വരനെ കുറിച്ചിട്ട്. ഇങ്ങനത്തെ കാലാണ്. കോട്ടയം ഭാഗത്താണ് മക്കൾ നോക്കാതെ അനാഥയായിട്ട് കിടന്ന അമ്മയുടെ മൃതദേഹം ഒടുവിൽ പോലീസ് സംസ്കരിച്ചത്. ഒടുവിൽ മക്കൾക്കെതിരെ കേസെടുത്തു. ഇങ്ങനത്തെ ഒരു കാലത്ത് ജീവിക്കുന്ന ആളുകളെ നമ്മൾ ചെറിയ ചെറിയ പിണക്കങ്ങളുടെ പേരിൽ വാപ്പാനോടും ഉമ്മാനോടും തല്ലുകൂടുന്ന ആളുകൾ, ബാക്കിയുള്ളവരൊക്കെ പിന്നെ സ്വത്ത് കണ്ടു നടക്കുകയാണ്. ഇതൊക്കെ സാധാരണ കുടുംബത്തിൽ നടക്കുന്ന കേസാണ്. സ്വത്തിന്റെ പേരിലൊക്കെ ഉമ്മാനെ വേണ്ട, വാപ്പാനെ വേണ്ട, വാപ്പാട് തല്ലൂട, ഉമ്മാട് തല്ലൂട, ഉമ്മാനെ മിണ്ടുനില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്നൊരു കാലത്ത് ഒരു മരുമകൻ മകനായിട്ട് മാറുന്നൊരു രംഗം ആഷിഖേ, നിനക്കല്ലാതെ, നിന്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള, നിനക്ക് അള്ളാഹു ആഫിയത്തും ഇസ്സത്തും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഒരു സന്തോഷം അറിയിക്കാനാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.